Hi friends, welcome to Sana's Edu Tips. Yes, today onwards we are going to start a new session, CTET Syllabus Basic Classes. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ CTETൻ്റെ സിലബസ് ബേസിക് ക്ലാസ്സസ് ചെയ്യാൻ തുടങ്ങുവാണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയുമായി ബന്ധപ്പെട്ട സിലബസിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ CTETന് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ചെയ്യണേ. അപ്പോൾ നമുക്ക് പോവാം. ഫസ്റ്റ് എന്താണ്, ആദ്യം നമുക്ക് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയിൽ നമ്മുടെ സിലബസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഒരു ക്ലാസ്സിൽ നമ്മൾ സിലബസിനെ കുറിച്ചെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ വരുന്നത് എന്താണ്, കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ലേണിംഗ്. അതായത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചും അതും ലേണിംഗ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ള കുറിച്ചാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. നമുക്കത് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ എല്ലാം ഹ്യൂമൻ ബീങ്സ് എന്താണ്, ഓർ നോട്ട് സ്റ്റാറ്റിക് എൻറ്റൈറ്റീസ്. നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ എന്താണ്, വി ആർ അല്ലെങ്കിൽ ദേ കീപ്പ് ഓൺ ചേഞ്ചിങ്. നമുക്ക് ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ചേഞ്ചസ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നും അതുമായിട്ട് നമ്മുടെ ഗ്രോത്തുമായിട്ട് തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ലേണിങ്ങുമായിട്ടുള്ള കണക്ഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഗ്രോത്ത്, മെച്യൂറേഷൻ ആൻഡ് ലേണിംഗ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. അതിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്, ഗ്രോത്തും മെച്യൂറേഷനും ഓഫ് കോഴ്സ് ലേണിങ്ങും അല്ല, ലേണിംഗ് എല്ലാം അടങ്ങിയ ഒരു പ്രോസസ്സാണ് ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻ ജനറൽ സൈക്കോളജിക്കൽ സെൻസ് refers to certain changes that occur in human beings or animals between conception and death. അപ്പോൾ കൺസെപ്ഷൻ മുതൽ ഡെത്ത് വരെ അല്ല, ജനനം മുതൽ മരണം വരെ എന്നൊക്കെ പറയില്ല. അപ്പോൾ ഒരു ഇപ്പോൾ ജനിച്ച ശേഷമല്ല, ജനിക്കുന്ന മുൻപ് തന്നെ അറ്റ് ദി ടൈം ഓഫ് കൺസെപ്ഷൻ, ഒരു കൺസെപ്ഷൻ ടൈം മുതൽ ഡെത്ത് വരെ ഉണ്ടാകുന്ന ഒരു ഹ്യൂമൻ ബീങ്സിന് ഓർ ആനിമൽസിന് ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് സൈക്കോളജിക്കലി ഈ സിമ്പിളായിട്ട് നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ചേഞ്ച് വരെ പേഴ്സൺ ഡെവലപ്സ്. ഇതെന്താണ്, ഒരു വ്യക്തി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. ആൻഡ് ചേഞ്ചസ് ഫ്രം ഡിപ്പെൻഡൻസി ടു ഓട്ടോണമി. എന്താണ്, ഡിപ്പെൻഡൻസിയിൽ നിന്നും ഓട്ടോണമിയിലേക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ച്, അതിലുണ്ടാകുന്ന ചേഞ്ചാണ് എന്ത് പറഞ്ഞ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു സിസ്റ്റമാറ്റിക് ചേഞ്ചസ് ആണ് വിച്ച് ലീഡ്സ് ആൻ ഇൻഡിവിജ്വൽ ഫ്രം ഡിപ്പെൻഡൻസി ടു ഓട്ടോണമി. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ത്രൂ ഔട്ട് ദ ലൈഫ് ഉണ്ട് അല്ലേ, ത്രൂ ഔട്ട് ഹിസ് ലൈഫിൽ ഉണ്ടാകുന്നതാണ് ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഡെവലപ്മെൻറ്റ് കുറച്ച് കുഞ്ഞു ഡെഫിനേഷൻസ് നോക്കാം. ഡെഫിനേഷനല്ല, ജസ്റ്റ് ഒരു ഡിഫൈൻ ചെയ്ത് നോക്കാം, അതിൻ്റെ കുറച്ചും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് വേരിയസ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി വിത്ത് ദി ചേഞ്ചസ് ടു ഗ്രോത്ത്. അപ്പോൾ ഗ്രോത്തിൻ്റെ ചേഞ്ചസിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന ക്വാളിറ്റേറ്റീവ് ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസിന് നമുക്ക് എന്ത് പറയാം, ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. എ പ്രോഗ്രസീവ് സീരീസ് ഓഫ് മാനേർഡ് ആൻഡ് കൊഹിറൻറ്റ് ചേഞ്ചസ്. പ്രോഗ്രസീവായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഉണ്ടാവുന്ന എന്താണ് ചേഞ്ചസ് ആണ് അല്ല, അതാണ് ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ചേഞ്ചസ് റിലേറ്റഡ് ടു ഗ്രോത്ത് ആൻഡ് ദെൻ മൂവ്സ് ടുവേർഡ്സ് മെച്യൂരിറ്റി. എന്താണ് ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് അല്ലെങ്കിൽ റിലേറ്റഡ് ടു ദി ചേഞ്ച് ഇൻ ഗ്രോത്ത് അല്ലെ, ചേഞ്ചസ് റിലേറ്റഡ് ടു ഗ്രോത്തുമായിട്ട് ഉണ്ടാകുന്ന ചേഞ്ചസും ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദെൻ മൂവ്സ് ടുവേർഡ്സ് മെച്യൂരിറ്റിയിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസും എല്ലാമാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം, ഡെവലപ്മെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ഗ്രോത്ത് ഇൻ ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ഫിസിക്കലായിട്ടോ മെൻ്റലായിട്ടോ ഇമോഷണലായിട്ടോ ഉണ്ടാകുന്ന ആ ഒരു ഗ്രോത്തിനെ വേണം നമുക്ക് എന്ത് പറയാം, ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഫിസിക്കലി ഉണ്ടാകുന്ന ഗ്രോത്തും അതുപോലെ തന്നെ മെൻ്റലും ഇമോഷണലായിട്ട് ഉണ്ടാകുന്ന ഒരു ചേഞ്ചസിനെല്ലാം നമുക്ക് എന്ത് പറയാം, ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. ഇൻ ദി പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ന്യൂ എബിലിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഗെറ്റ് മാനിഫെസ്റ്റഡ് ആൻഡ് ദെയർ ഈസ് എ പ്രോഗ്രസീവ് ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എന്താണ്, പുതിയ എന്താണ് എബിലിറ്റീസ്, ന്യൂ എബിലിറ്റീസും അതുപോലെ തന്നെ അവർ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്താണ് കുറച്ച് ചേഞ്ചസ് ഉണ്ടാവുന്നു. അതിലൂടെ ഒരു വ്യക്തിയുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാവുന്നു. സോ ദർ ഇസ് എ പ്രോഗ്രസീവ് ചേഞ്ച് ഇൻ ദി ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ. അപ്പോൾ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ന്യൂ എബിലിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഗെറ്റ് മാനിഫെസ്റ്റഡ് ആൻഡ് ദർ ഈസ് എ പ്രോഗ്രസീവ് ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ.
അപ്പോൾ ഈ നമ്മുടെ ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സിസ്റ്റമാറ്റിക് ചേഞ്ച്, ഒരു പ്രോഗ്രസീവ് ചേഞ്ച് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. എന്താണ്, ഡിപ്പെൻഡൻസി ടു ഓട്ടോണമിയാണ്. ആ ഒരു പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. Characteristics of development. The process of development continues from the moment of conception until the individual reaches maturity. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ്, കൺസെപ്ഷൻ മുതൽ എന്താണ് മെച്യൂരിറ്റി വരെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ദെൻ ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് ഇൻ എ ഓർഡർലി മാനർ. ഡെവലപ്മെൻറ്റ് എന്താണ്, ഒരു ഓർഡർലി നടക്കുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നത് അല്ലേ. അതായത് പെട്ടെന്ന് റാൻഡം ആയിട്ട് വരുന്ന സംഭവം, റാൻഡം ആയിട്ട് ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് അല്ല അല്ലേ. സോ ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് ഇൻ എ ഓർഡർലി മാനർ ആൻഡ് ഫോളോസ് എ സർട്ടൻ സീക്വൻസ് അല്ല, ഒരു സീക്വൻഷ്യൽ ഓർഡറിലായി പോയിക്കൊണ്ടിരുന്നത്. അതായത് നമ്മളൊരു ഇൻഡിവിജ്വലിൻ്റെ കൺസെപ്ഷൻ മുതൽ നമ്മൾ എന്ത് പറഞ്ഞു, മെച്യൂരിറ്റി വരെയുള്ള ചേഞ്ചസ് കണ്ടിന്യൂസ് ആണ് പറഞ്ഞു. അപ്പോൾ അത് ഓരോ സ്റ്റേജസ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദ സീക്വൻസ് ഫോളോഡ് ഇൻ ദി പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം, അതും ഇൻഫാൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. പിന്നെ എന്താ, അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്, ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്, അഡോളിസൻസ്, മെച്യൂരിറ്റി, അങ്ങനെ എന്താണ് ഒരു ഓർഡർ ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഒരു ഓർഡറിലായിട്ടാണ് പോകുന്നത് ഉദ്ദേശിച്ചത്. ഓക്കെ, ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് ഇൻ എ ഓർഡർലി മാനർ ആൻഡ് ഫോളോസ് certain സീക്വൻസിലാണ്. അപ്പോൾ അത് ഹ്യൂമൻ ബീങ്സിൻ്റെ അതിൻ്റെ സീക്വൻസ് ആണ് പറഞ്ഞത്. ഇൻഫാൻസി, ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്, അഡോൾസൻസ്, മെച്യൂരിറ്റി വരെയൊക്കെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതാണ് അല്ലേ. ഇത് നെക്സ്റ്റ് നോക്കാം. ഡെവലപ്മെൻറ്റ് ഈസ് ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ക്വാളിറ്റേറ്റീവുമാണ് ക്വാണ്ടിറ്റേറ്റീവുമാണ്. ആസ് ദ ചൈൽഡ് ഗ്രോസ് ഫിസിക്കലി, ഒരു കുട്ടി ഫിസിക്കലി വളരുവാണ്. അപ്പോൾ ഫിസിക്കലി വളർന്ന് നമുക്ക് ആൾക്ക് ഫിസിക്കൽ, ദാറ്റ് മീൻസ് ഹൈറ്റിലും വെയിറ്റിലും ഒക്കെ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് ഹി ഓൾസോ ഡെവലപ്സ് ദി ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് ഹിസ് പേഴ്സണാലിറ്റി. അപ്പോൾ പേഴ്സണാലിറ്റിയുടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദസ് ദീസ് ടു ആസ്പെക്ട്സ് ആർ ഇൻസെപ്പറബിൾ. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടും ഉണ്ട്. സോ ഇത് രണ്ടും നമുക്ക് എന്താണ് ഇൻസെപ്പറബിൾ ആണെന്ന് പറയാം. ദെൻ ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് വെരി കോംപ്ലക്സ് ഫിനോമിനൻ. അപ്പോൾ നമ്മുടെ മനുഷ്യന്മാരെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് ഫിനോമിനനാണ്. അതെങ്ങനെയാണ്, ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഇതിനെ ഒത്തിരി ഫാക്ടേഴ്സ് ഇതിനെ എഫക്റ്റ് ചെയ്യും. നമ്മുടെ ഹ്യൂമൻ ബേസ്ഡ് ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനും എഫക്റ്റിനും ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. എക്സാമ്പിൾ ഓഫ് ഫിസിക്കൽ ഗ്രോത്ത്, അതുപോലെ തന്നെ ഇൻ്റലിജൻസ് എക്സെട്ര. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എഫക്റ്റിന് ഫാക്ടേഴ്സൊക്കെ ഇനി ഉള്ള ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഇതൊരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, human growth and development is a very complex phenomenon. It is affected by a number of factors, example physical growth, intelligence, sex, etc. Then it is possible to predict the rate of development by seeing a slow learner and a superior child. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ ഒരു സ്ലോ ലേണറും ഉണ്ടാവും, സുപ്പീരിയർ ചൈൽഡൊക്കെ ഉണ്ടാവും. സോ നമുക്ക് അവരുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ബട്ട് ഇറ്റ് കനോട്ട് ബി പ്രിഡിക്റ്റഡ് ആക്യുറേറ്റ്ലി. പക്ഷെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റുമോ, പറ്റത്തില്ല. ആക്യുറേറ്റ് പറയാൻ പറ്റത്തില്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്താ, ജസ്റ്റ് നമുക്കൊന്ന് പ്രിഡിക്റ്റ് ചെയ്യാം അല്ല, അവരുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രിഡിക്റ്റ് ദ റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ബൈ സീയിങ് എ സ്ലോ ലേണർ ആൻഡ് എ സുപ്പീരിയർ ചൈൽഡ്, ബട്ട് ഇറ്റ് കനോട്ട് ബി പ്രിഡിക്റ്റഡ് ആക്യുറേറ്റ്ലി. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്കാം. ഇൻഡിവിജ്വൽസ് ഡിഫർ ഫ്രം ഈച്ച് അതർ ഇൻ ദർ പാറ്റേൺ ആൻഡ് റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പം ഓരോരോ വ്യക്തിയും വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ ഇൻഡിവിജ്വൽസ് തമ്മിൽ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് എക്സ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഒക്കെ എന്താണ്, ഓരോരോ വ്യക്തികളും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇൻഡിവിജ്വൽസ് ഡിഫർ ഫ്രം each other in their pattern and rate of development. The individual differences are caused by difference in heredity, environmental influences, etc. അപ്പോൾ ആ ഒരു ഈ വ്യക്തി വ്യത്യാസം എന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഇറ്റ് കോസ്ഡ് ബൈ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. ഹെറിഡിറ്റി, എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട്. നമുക്കിതൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ഈ ഡെവലപ്മെൻറ്റ്, റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റും ഇൻഡിവിജ്വൽ ഡിഫറൻസ് തമ്മിൽ എന്താ റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇൻഡിവിജ്വൽസ് ഡിഫർ ഫ്രം ഈച്ച് അതർ ഇൻ ദർ പാറ്റേൺ ആൻഡ് റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ള കാര്യം പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞത്. ഇനി ടൈപ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് നോക്കാം. ഏതൊക്കെ ടൈപ്സ് ഡെവലപ്മെൻറ്റ് ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ല. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, പിന്നെ എന്താണ് മോറൽ ഡെവലപ്മെൻറ്റ് ഉണ്ട് അല്ലേ. ദെൻ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത്രയും ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നോക്കാം.
അപ്പോൾ ടൈപ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് നമുക്ക് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഓർമ്മ വരിക? മൊത്തത്തിലുള്ള അപ്പിയറൻസ് അല്ല, മൊത്തത്തിലുള്ളൊരു അപ്പിയറൻസാണ് ആദ്യം തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് അല്ല, നമ്മൾ ഹൈറ്റിലും വെയ്റ്റിലും ഉണ്ടാവുന്നത് അല്ല. അപ്പോൾ ഈ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഉദ്ദേശം ഇത്രയൊക്കെ തന്നെ. മെച്ചുറേഷൻ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെ ഓർക്കണം. അതുപോലെ തന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് ദി ഗ്രോസ് ആൻഡ് ഫൈൻ മോട്ടോർ സ്കിൽസ്. എന്ത് ഗ്രോസ് സ്കിൽസും ഫൈൻ മോട്ടോർ സ്കിൽസും. അപ്പോൾ ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? യൂസ് ലാർജർ മസിൽ മൂവ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഇതാണ് നമ്മൾ ഗ്രോസ് മോട്ടോർ സ്കിൽസ്. ഇപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയും ജമ്പിങ്, റണ്ണിങ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവിടെ എന്താണ് ലാർജ് മസിൽ കോർഡിനേഷൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ ലാർജ് ആയിട്ടുള്ള മസിൽ മൂവ്മെൻറ്റ്സ് വരുന്നത്, അതിനാണ് ഈ ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുമ്പോഴോ ഇറ്റ് ഇൻവോൾവ് ദി യൂസ് ഓഫ് സ്മോളർ മസിൽ ഗ്രൂപ്പ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റിൽ ഉണ്ടാകുന്ന കാര്യമാണ് ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഫിംഗേഴ്സിൻ്റെ ഒരു കോർഡിനേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഈ പെന്ന് ഹോൾഡ് ചെയ്യുന്നു അല്ലേ, പെന്നൊക്കെ പിടിക്കും അല്ലെങ്കിൽ പെൻസിലൊക്കെ പിടിക്കുമ്പോൾ എന്താണ് അവിടെ എന്താണ് ചെറിയതായിട്ടുള്ള സ്മോളർ മസിലിൻ്റെ ഒരു കോർഡിനേഷൻ അല്ലേ, അതാണ് ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ ഗ്രോസ് മോട്ടോർ സ്കിൽസ് അതായത് അത് ആദ്യമായിട്ട് ഉണ്ടാവുന്ന ഗ്രോസ് മോട്ടോർ സ്കില്ല് ഏതാണ്? ഒന്ന് ഊഹിച്ച് പറയാൻ പറ്റുമോ? അത് ഫസ്റ്റ് ഉണ്ടാകുന്ന ഗ്രോസ് മോട്ടോർ സ്കിൽസ് കഴിഞ്ഞാൽ ഏറ്റവും എന്താ പറയുക വലുതായിട്ട് അല്ലേ, ഐ മീൻസ് ലാർജർ മസിൽ കോർഡിനേഷൻ, ലാർജർ മസിൽ കൺട്രോളൊക്കെയാണ് ഈ ഗ്രോസ് മോട്ടോർ സ്കില്ലിൽ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ജമ്പ് ചെയ്യാനും റണ്ണ് ചെയ്യാൻ കുറച്ചും കൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി സ്റ്റേജിലാണ് ഈ ജമ്പിങ്ങും റണ്ണിങ്ങും അങ്ങനത്തെ വാക്കിങ്ങുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു ഗ്രോസ് മോട്ടോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? ചെറിയ കുട്ടികളുടെ തല ഉറക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? തല ഉറക്കുക എന്നൊക്കെ കറക്റ്റ് കുഞ്ഞു കുട്ടികളുടെ തല ഇങ്ങനെ ഇളകിയും കൊണ്ടേയിരിക്കും അല്ലേ, അതിനെ കറക്റ്റായിട്ട് ലിഫ്റ്റ് ചെയ്യുക അല്ലേ. ലിഫ്റ്റിംഗ് ദെയർ ഹെഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയൊരു ടാസ്ക്കാണ്, ഭയങ്കര ബുദ്ധിമുട്ടില്ല ആ ഒരു സമയത്ത്. അപ്പോൾ അതാണ് അവർ ഫസ്റ്റ് ആ തലേനെ കറക്റ്റായിട്ട് നിൽക്കുന്നത്, അതാണ് ആദ്യത്തെ ഒരു ഗ്രോസ് മോട്ടോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ല. അതുപോലെ അതിനുശേഷം ഒത്തിരി ചേഞ്ചസ് ഓരോരോ ഇൻഫാൻസിലും അതുപോലെ തന്നെ ഏർലി ചൈൽഡ്ഹുഡിലൊക്കെ ഒത്തിരി ആക്ടിവിറ്റീസ് വരുന്നുണ്ട് അല്ലേ. അതപ്പോൾ ഗ്രോസ് മോട്ടോർ സ്കിൽസ് പറയുമ്പോൾ ഓർത്ത് വയ്ക്കുക എന്താണ്, ലാർജ് മസിൽ ഗ്രൂപ്പ്സിൻ്റെ മൂവ്മെൻറ്റ്സ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അത് ജമ്പിങ്, വാക്കിംഗ്, റണ്ണിങ് അങ്ങനത്തെ ആക്ടിവിറ്റീസിനൊക്കെയാണ്. ഓക്കെ, ഫൈൻ മോട്ടോർ സ്കിൽസ് പറയുമ്പോൾ തന്നെ ഇൻവോൾവ് ദി യൂസ് ഓഫ് സ്മോളർ മസിൽസ് ഗ്രൂപ്പ്സ്. അതായത് നമ്മൾ ഈ എന്താണ് ഹോൾഡ് ചെയ്യുക, പെൻസിൽ ഹോൾഡ് ചെയ്യുക, കട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് നമ്മൾ ഇത് വരുന്ന ഫൈൻ മോട്ടോർ സ്കിൽസിലൊക്കെയാണ് വരുന്നത്. ഓക്കെ, ദെൻ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൽ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, മെച്ചുറേഷൻ പറഞ്ഞു. അതുപോലെ തന്നെ അടുത്ത എന്താണ്, ഡിപ്പെൻഡ്സ് ഓൺ ചൈൽഡ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കുട്ടികളുടെ ചൈൽഡ് ഹെൽത്തിനും അതുപോലെ അവരുടെ ന്യൂട്രീഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു കുട്ടികളുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയിലുണ്ടാകുന്ന ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്താണ്? മെൻ്റൽ ഡെവലപ്മെൻറ്റ് അല്ല, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയാം. സോ റിലേറ്റഡ് ടു ഇൻ്റലിജൻസ് ആണ് അല്ലേ. ദെൻ ലേണിംഗ് ആൻഡ് പ്രോസസ്സിങ് ഇൻഫോർമേഷൻ ഒക്കെ റിലേറ്റ് ചെയ്താണ് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് വെച്ച് ഉദ്ദേശിക്കുന്നത്. ദെൻ ഓഫ് കോഴ്സ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് നമുക്കറിയുന്ന കാര്യം. സോഷ്യൽ ഡെവലപ്മെൻറ്റ് നമ്മൾ എന്താണ് സൊസൈറ്റിയുമായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യും അതുമായി റിലേറ്റ് ചെയ്തൊക്കെയാണ് ഇമോഷണൽ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെയാണ്. ദെൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഓഫ് കോഴ്സ് എന്താണ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടത്. ദെൻ മോറൽ ഡെവലപ്മെൻറ്റ് എന്താണ് വരുന്നത്? ഡെവലപ്മെൻറ്റ് ഓഫ് എത്തിക്സ് ആൻഡ് മോറൽ ജഡ്ജ്മെൻറ്റ്സ്, ഇതാണ് മോറൽ ഡെവലപ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഏതാണെന്ന് ചോദിക്കത്തില്ല, ജസ്റ്റ് മനസ്സിലാക്കി ടൈപ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇത്രയും ഉണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് പഠിക്കുകയാണത് ഗ്രോത്തും ഡെവലപ്മെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ്. അത് കുറേ പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് നോക്കാം ഗ്രോത്ത്. ദ ടേം ഗ്രോത്ത് ഈസ് യൂസ്ഡ് ഇൻ പ്യൂർലി ഫിസിക്കൽ സെൻസ്. അപ്പോൾ ഈ ഗ്രോത്ത് എന്ന് പറയുന്ന ആ ടേം യൂസ് ചെയ്യുന്നത് ഒരു ഫിസിക്കൽ സെൻസിലാണ് അല്ലേ. ദാറ്റ് മീൻസ് ഇറ്റ് ജനറലി റെഫേഴ്സ് ടു എൻ ഇൻക്രീസ് ഇൻ സൈസ്, ലെങ്ത്, ഹൈറ്റ് ആൻഡ് വെയ്റ്റ് അല്ല. വെയ്റ്റിലോ സൈസിലോ ഒക്കെ ഉള്ള മാറ്റം ഫിസിക്കൽ സെൻസിലാണ് അത് യൂസ് ചെയ്യുന്നത്. ചേഞ്ചസ് ഇൻ ദി ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് കം ഇൻ ടു ദി ഡൊമൈൻ ഗ്രോത്ത് അല്ല. അപ്പോൾ ഇവിടെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റിലാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്ത് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റിലാണ്. അപ്പോൾ അവിടെ തന്നെ ആലോചിച്ച് വയ്ക്കുക എന്താണ് സൈസിലും ഹൈറ്റിലും വെയ്റ്റിലും ആ ഒരു കാര്യം റിലേറ്റ് ചെയ്താൽ മതി. സോ ചേഞ്ചസ് ഇൻ ദി എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെവലപ്മെൻറ്റ് എന്താണ്? ഡെവലപ്മെൻറ്റ് ഇംപ്ലൈസ് ഓവറോൾ ചേഞ്ചസ് ഇൻ ഷേപ്പ്, ഫോം ഓർ സ്ട്രക്ചർ റിസൾട്ടിങ് ഇൻ ഇംപ്രൂവ്ഡ് വർക്കിംഗ് ഓർ ഫംഗ്ഷനിങ്. ഇവിടെ എന്താണ് ജസ്റ്റ് ഒരു ഫിസിക്കൽ സെൻസിലാണ്, ഇവിടെ അതിൻ്റെ ഫംഗ്ഷനിങ്ങിലാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഓവറോൾ ചേഞ്ചസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ചേഞ്ചസ് ഇൻ ദി ക്വാളിറ്റി ഓർ
ക്യാരക്ടർ റാദർ ദാൻ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്. ഇവിടെ നമ്മുടെ ക്വാണ്ടിറ്റിക്കല്ല കൊടുക്കുന്നത്, ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ചേഞ്ചസ് ഇൻ ദി ക്വാളിറ്റി ഓർ ക്യാരക്ടർ റാദർ ദാൻ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റിലല്ല, പിന്നെ ഇവിടെ എന്താണ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റാണ് നോക്കുന്നത്. ഓക്കെ അല്ലേ. ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കാം. ദ ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രോത്ത് ആർ ദി സബ്ജക്റ്റ് ഓഫ് മെഷർമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഗ്രോത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് എന്താണ് മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹൈറ്റ് വെയിറ്റിൽ എന്തൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ദേ മേ ബി ക്വാണ്ടിഫൈഡ് ആൻഡ് ആർ ഒബ്സർവബിൾ ഇൻ നേച്ചർ. അത് നമുക്കത് ക്വാണ്ടിഫയബിൾ ആണ്. ദാറ്റ് മീൻസ് ഗ്രോത്ത് ക്യാൻ ബി മെഷറബിൾ ആണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആൻഡ് ആർ ഒബ്സർവബിൾ ഇൻ നേച്ചർ. നമുക്കത് കാണാൻ പറ്റും. ഒരാളുടെ വളർച്ചയാണ് നമുക്കത് ഹൈറ്റ് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഓൾ ആർ ഒബ്സർവബിൾ ഇൻ നേച്ചർ. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ് ഒബ്സർവബിൾ ഇൻ നേച്ചറാണ്. ഓക്കെ. ദെൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡെവലപ്മെൻറ്റ് ഇംപ്ലൈസ് എൻവയോൺമെൻറ്റൽ ഇൻ ഫങ്ഷനിങ് ആൻഡ് ബിഹേവിയർ. എന്താണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇറ്റ് ഇംപ്ലൈസ് എൻവയോൺമെൻറ്റ് ഇൻ ഫങ്ഷനിങ് ആൻഡ് ബിഹേവിയർ. ഇവിടെ എന്താണ് ഇവിടെ ഫങ്ഷനിങ്ങിലാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. ആൻഡ് ഹെൻസ് ബ്രിങ്സ് ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് വിച്ച് ആർ ഡിഫിക്കൽട്ട് ടു മെഷർ ഡയറക്റ്റ്ലി. അപ്പോൾ ഒരാളുടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഡിഫിക്കൽട്ടായിരിക്കും അത് മെഷർ ചെയ്യാൻ അല്ലേ. അപ്പോൾ അത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇമോഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കറക്റ്റ് ഇത് മെഷർ ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ എല്ലാ കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ ഈ ഡെവലപ്മെൻറ്റ് പറയുമ്പോൾ ഒത്തിരി ഡെവലപ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ ഡെവലപ്മെൻറ്റ് ഇംപ്ലൈസ് എൻവയോൺമെൻറ്റ് ഇൻ ഫങ്ഷൻ. ഇവിടെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. സോ ഇവിടെ ഫങ്ഷനിങ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹെൻസ് ബ്രിങ്സ് ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ആണ് അവിടെ ഉണ്ടാവുക. സോ വിച്ച് ആർ ഡിഫിക്കൽട്ട് ടു മെഷർ ഡയറക്റ്റ്ലി. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഒരാളുടെ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല, ഞാൻ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ മൈൻഡിൽ പല കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് എന്താണെന്ന് അത് കറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. നമുക്ക് എന്താണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു മെഷർ ഡയറക്റ്റ്ലി. ഓക്കെ. ദെൻ തേർഡ് പോയിന്റ് നോക്കാം. ഗ്രോത്ത് ഈസ് വൺ ഓഫ് ദി പാർട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിന് ഒരു പാർട്ടാണ്. ഓക്കെ. സോ ഡെവലപ്മെൻറ്റ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ഈസ് ടേംഡ് ആസ് ഗ്രോത്ത്. സോ നമുക്ക് ഈ ഗ്രോത്തിന് വേണം നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എന്താണ് ഡെവലപ്മെൻറ്റ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്. ഡെവലപ്മെൻറ്റിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ് ഗ്രോത്ത് എന്ന് പറയാം, തെറ്റൊന്നുമില്ലല്ലോ അല്ല. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. ഗ്രോത്ത് ഈസ് വൺ ഓഫ് ദി പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ആണ്. സോ ഡെവലപ്മെൻറ്റ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ്, ശ്രദ്ധിക്കുക, ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ഈസ് ടേംഡ് ആസ് ഗ്രോത്ത്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഡെവലപ്മെൻറ്റ് നോക്കാം. ഡെവലപ്മെൻറ്റ് ഈസ് എ വൈഡർ ആൻഡ് കോംപ്രിഹെൻസീവ് ടേം. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു വൈഡർ ആയിട്ട് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ടേമാണ്. ഇറ്റ് റെഫേഴ്സ് ടു ഓവറോൾ ചേഞ്ചസ് ഇൻ ഒരു വ്യക്തിയിലുണ്ടാകുന്ന എല്ലാ ചേഞ്ചസിനെയും റെഫർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫിസിക്കലും ഇമോഷണലും ഇൻ്റലക്ച്വലും എല്ലാം നോക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് ടേമാണ്. ഇറ്റ് റെഫേഴ്സ് ടു ഓവറോൾ ചേഞ്ചസ് ഇൻ ദ ഇൻഡിവിജ്വൽ. ഗ്രോത്ത് ഈസ് വൺ ഓഫ് ഇറ്റ്സ് പാർട്സ്. ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ് ഡെവലപ്മെൻറ്റ് ഒരു പാർട്ട് മാത്രമാണ് അല്ലേ. ഗ്രോത്ത് എന്ന് പറയുന്നത് ഈസ് വൺ ഓഫ് ഇറ്റ്സ് പാർട്ട്. ദാറ്റ് മീൻസ് ഡെവലപ്മെൻറ്റ് ഒരു പാർട്ട് മാത്രമാണ് ഈ ഗ്രോത്ത് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെൻറ്റ്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി വളർന്നു വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടോ, ഇല്ല. മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെൻറ്റ്. ഓക്കെ. 8th child, that means 8 years old child may grow by becoming fat, but this growth may not bring any functional improvement or development. അപ്പോൾ ഒരു 8 വയസ്സുള്ള കുട്ടിക്ക് നല്ല തടിച്ച ആളെ കണ്ട വലിയ ഒരു 10-12 വയസ്സുള്ള കുട്ടിനെ പോലെ ഉണ്ടെങ്കിൽ ഫിസിക്കലി തോന്നുവാണെങ്കിൽ ആ കുട്ടിക്ക് എന്താണ് ഫങ്ഷണലി ആ ഒരു 8th ലെവലിൽ ഉണ്ടാവത്തുള്ളൂ അല്ലെ. 8 വയസ്സുള്ള കുട്ടീൻ്റെ ആ ഒരു ഫങ്ഷനിങ് അല്ല ബ്രെയിൻ ഫങ്ഷനിങ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഒരാളിപ്പോൾ ഫിസിക്കലി ഭയങ്കര ആളെ കാണാൻ ഹൈറ്റും വെയിറ്റൊക്കെ കൊണ്ട് വലിയൊരു സംഭവമാണ് തോന്നിയെങ്കിലും പക്ഷേ എന്താണ് ആ ഒരു ലെവൽ എന്ന് പറയുന്നത് എന്താവണമെന്നില്ല. 12 ഇപ്പോൾ നമ്മൾ പറയാറില്ല ഈ കുട്ടികളുടെ വലിയ കുട്ടീനെ പോലെ ഉണ്ടെന്ന് പറയാറില്ല ചില കുട്ടികളെ നമ്മൾ കാണുമ്പോൾ അല്ല. പ്രായത്തിനേക്കാളും ചില വളർച്ച ഉണ്ടാവുമായിരിക്കും, പക്ഷേ വളർച്ച ഉണ്ടാവണമെന്ന് വിചാരിച്ച് എന്താണ് അവർക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കമ്പയർ ഇപ്പോൾ 12 വയസ്സിൽ കുട്ടിയെ പോലെയാണ് തോന്നിയതെങ്കിൽ 12 വയസ്സിൽ കുട്ടിയുടെ ആ ഒരു ഇൻ്റലക്ച്വൽ പവേഴ്സൊക്കെ ഉണ്ടാവണമെന്നുണ്ടോ, ഇല്ലല്ലോ. സോ അതവിടെ ഉദ്ദേശിക്കുന്നത് ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെൻറ്റ്. ഓക്കെ. ഇതിനകത്ത് ഡെവലപ്മെൻറ്റ് എന്താണ് ഡെവലപ്മെൻറ്റ് ഈസ് ഓൾസോ പോസിബിൾ വിത്ത് ഗ്രോത്ത്. അപ്പോൾ ഗ്രോത്തിലൂടെയും നമുക്ക് ഡെവലപ്മെൻറ്റ് പോസിബിളാണ്. സംടൈംസ് എന്താണ് ഗ്രോത്ത് ഇല്ലെങ്കിലും നമുക്ക് ഡെവലപ്മെൻറ്റ് പോസിബിളാണ് അല്ലേ. വെൻ സം ചിൽഡ്രൻസ് ഡു നോട്ട് ഗെയിൻ ഇൻ ടേംസ് ഓഫ് ഹൈറ്റ് സൈസ് എക്സെട്ര ബട്ട് ദേ ഡു എക്സ്പീരിയൻസ് ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഓർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ചില കുട്ടികൾ എന്തായാലും വളർച്ച ഉണ്ടാവുന്നില്ല അല്ലേ. കറക്റ്റ് ഹൈറ്റ് ഒരു ഏജിന് ഒത്തുള്ള ഒരു നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഒരു വളർച്ച ഗ്രോത്ത് ഉണ്ടാവണം എന്നില്ല, പക്ഷേ എന്തുണ്ടാവും ഡെവലപ്മെൻറ്റ് ഉണ്ടാവും അല്ലേ.
അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെൻ്റ് ആണ്. പക്ഷേ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടും ഉൾപ്പെടും. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. 5th വൺ, ഗ്രോത്ത് ഡസ് നോട്ട് കണ്ടിന്യൂ ത്രൂ ഔട്ട് ദ ലൈഫ്. ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുന്നത്. ഗ്രോത്ത് എന്ന് വളർച്ച എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ ലൈഫ് കണ്ടിന്യൂസ് ആയി നടക്കുന്ന സംഭവമാണോ? ഇല്ല. ഇറ്റ് സ്റ്റോപ്സ് വെൻ മെച്യൂരിറ്റി ഹാസ് ബീൻ അറ്റൈൻഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഗ്രോത്ത് എന്ന് പറയുന്നത് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ എന്താവും? നമ്മുടെ ഈ വളർച്ച എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആവും അല്ലേ? അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് ഗ്രോത്ത് ഡസൻറ്റ് കണ്ടിന്യൂ ത്രൂ ഔട്ട് ദ ലൈഫ് ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇറ്റ് സ്റ്റോപ്സ് വെൻ മെച്യൂരിറ്റി ഹാസ് ബീൻ അറ്റൈൻഡ്. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഗ്രോത്ത് എന്താവുന്നു? സ്റ്റോപ്പ് ആവുന്നു. പക്ഷേ ഡെവലപ്മെൻറ്റ് എന്താണ്? ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ് അല്ലേ? കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഗോസ് ഫ്രം വോം ടു ടോം അല്ലേ? വോം ടു ടോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് ഗർഭപാത്രം തൊട്ട് ശവകുടീരം വരെ എന്നൊക്കെ പറയില്ലേ? അതാണ് ഇറ്റ് ഗോസ് ഫ്രം വോം ടു ടോം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഡസൻറ്റ് എൻഡ് വിത്ത് ദ അറ്റൈൻമെൻറ്റ് ഓഫ് മെച്യൂരിറ്റി. എന്താണ്? മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡെവലപ്മെൻറ്റ് എന്താവുന്നില്ല? സ്റ്റോപ്പ് ആവുന്നില്ല. ഇറ്റ് ഡസൻറ്റ് എൻഡ് വിത്ത് ദി അറ്റൈൻമെൻറ്റ് ഓഫ് മെച്യൂരിറ്റി. മെച്യൂരിറ്റി എത്തുമ്പോൾ എന്താവുന്നില്ല? സ്റ്റോപ്പ് ആവുന്നില്ല. ചിലപ്പോൾ റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ കുറവുണ്ടാവും അല്ലേ? വ്യത്യാസം ഉണ്ടാവും. പക്ഷേ എന്താവുന്നില്ല? ഇറ്റ് ഡസൻറ്റ് എൻഡ് വിത്ത് ദി അറ്റൈൻമെൻറ്റ് ഓഫ് മെച്യൂരിറ്റി. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. ഗ്രോത്ത് ഡസ് നോട്ട് കണ്ടിന്യൂ ത്രൂ ഔട്ട് ദ ലൈഫാണ്. ഇറ്റ് സ്റ്റോപ്സ് വെൻ മെച്യൂരിറ്റി ഹാസ് ബീൻ അറ്റൈൻ. മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ എന്താകുമ്പോൾ വളർച്ച നിൽക്കും അല്ലേ? പിന്നെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇറ്റ് ഡസൻറ്റ് എൻഡ് വിത്ത് ദി അറ്റൈൻമെൻറ്റ് ഓഫ് മെച്യൂരിറ്റി. മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നില്ല? നമ്മുടെ ഡെവലപ്മെൻറ്റ് അവസാനിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഈ പ്രായമായവരൊക്കെ, ഈ കുറേ ഏജ്ഡ് ആയ ആൾക്കാരൊക്കെ 10th എക്സാം എഴുതുന്നതൊക്കെ എന്താണ്? ഇപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അല്ലേ? ലൈഫ് ലോങ് ആയിട്ടില്ല, കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോസസ്സാണ്. അപ്പോൾ ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ അടുത്ത ഇതുമായി ബാക്കി വരുന്ന ടോപ്പിക്കൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്